നവംബർ മാസം 1-ാം തീയതി മുതൽ ഡിസംബർ മാസം 31-ാം തീയതി വരെ 2 മാസം ഹോപ്പ് ഇൻ ജീസസ് മിനിസ്ട്രി മിഷൻ മന്ത്സ് ആയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും 2013 കർത്താവിന്റെ വേല ഇനിയും നന്നായിട്ട് ഇനിയും അധികമായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് ദൈവത്തിന്റെ ആലോചനയ്ക്കായിട്ട് കാത്തിരിക്കുന്ന 2 മാസങ്ങളാണ്. പ്രധാനമായിട്ടും 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മിനിസ്ട്രി ഈ വർഷം പ്രാർത്ഥിക്കുന്നത്. 5 things. 1, നമ്മുടെ നോർത്ത് ഇന്ത്യൻ മിഷൻസ്, ഉത്തരേന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മിഷൻ പ്രവർത്തനങ്ങൾ. 2002 ആയപ്പോൾ 2002-2003 വർഷങ്ങളിൽ ഹരിയാനയിലും പഞ്ചാബിലും മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇന്ന് ആ 2 സ്ഥലത്തും ഹോപ്പ് ഇൻ ജീസസ് ചർച്ചുകൾ ദൈവം കൃപയാൽ നൽകിയിട്ടുണ്ട്. പുതിയ സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹോപ്പ് ഇൻ ജീസസ് മിഷൻ സെന്റർ സ്ഥാപിക്കുവാനും അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാനും സുവിശേഷത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന് അനേകരെ രക്ഷ പ്രാപിക്കുവാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. 2ാമത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പുതിയ പ്രത്യാശ കേന്ദ്രങ്ങൾ, സെന്റേഴ്സ് ഓഫ് ഹോപ്പ്. ഈ വർഷം കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത് കർണാടകയിൽ ദൈവം ഒരു പ്രത്യാശ കേന്ദ്രം നൽകുവാനായിട്ട്, പ്രത്യാശ കേന്ദ്രത്തിലൂടെ അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ, കന്നഡയിൽ ബൈബിൾ പഠിപ്പിക്കുവാനും എല്ലാം ദൈവം ഞങ്ങളെ സഹായിക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. 3ാമത് നമ്മൾ മിഷൻ മന്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഹോപ്പ് ഇൻ ജീസസിന് നൽകിയിട്ടുള്ള ഒരു വിഷനാണ് അണ്ടർ പ്രിവിലേജ് സ്റ്റുഡൻസിനായിട്ട് ഒരു സ്കൂൾ പണിത് അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. അതിനായിട്ട് ദൈവം തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ, തിരുനെൽവേലി ടൗണിൽ നിന്നും 32 കിലോമീറ്റർ ഉള്ളിലേക്ക് പനയാംകുറിച്ചി എന്നൊരു ഗ്രാമത്തിൽ ഒരു സ്കൂൾ പണിയുവാൻ ദൈവം കൃപയാൽ ഈ ദിവസം സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. അനേകര വില്ലേജസിലുള്ള ബാലന്മാരെയും ബാലികമാരും, പ്രത്യേകിച്ച് അവർ പഠിക്കാറില്ല, അവർ ചെറുതായിരിക്കുമ്പോൾ ജോലിക്ക് പോകും, അങ്ങനെയുള്ളവരെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അത് പഠിപ്പിച്ച് അവരെ മിടുക്കരാക്കണം എന്നൊരു വലിയ ആഗ്രഹം ഹൃദയത്തിലുണ്ട്. മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന മിഷണറിമാരുടെയോ പാസ്റ്റർമാരുടെയോ മക്കളെ ഫ്രീ ആയിട്ട് ഇവരെ പഠിപ്പിച്ച് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ നൽകാൻ ദൈവം ഞങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്കൂളിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോർ ചെയ്യുവാനും ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുവാനും ദൈവം കൃപയാൽ സഹായിച്ചു. നിങ്ങൾ പാർട്ട്നേഴ്സ് എല്ലാം ഞങ്ങളുടെ കൂടെ നിന്നു. സെക്കൻഡ് ഫ്ലോറും കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ജൂൺ 1, 2013 അക്കാഡമിക്സ് സ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം സഹായിക്കും. ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളോടൊത്ത് നിൽക്കാം. കർത്താവിൻ്റെ സഭയും ദൈവരാജ്യത്തിനായിട്ട് പ്രയോജനപ്പെടാം. 4ാമതായിട്ട് പ്രാർത്ഥിക്കുന്നത് ടെലിവിഷൻ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മൊമെന്റ്സ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന TV പ്രോഗ്രാം 2000 വർഷത്തിലാണ് തുടങ്ങിയത്. 2000 വർഷത്തിലാണ് തുടങ്ങിയത്. തെലുങ്കില് ദൈവം നമുക്കൊരു TV പ്രോഗ്രാം തരുവാനായിട്ട് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 2, ദൈവം ഹിന്ദിയിൽ ഒരു TV പ്രോഗ്രാം തരണം. ഹിന്ദിയിൽ ചെയ്താൽ ഇന്ത്യയിലുള്ള ഒത്തിരി പേർക്ക് മനസ്സിലാകും, അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ അത് ഇടയായിത്തീരും. അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. യു ക്യാൻ സോ യുവർ സീഡ്സ്, നിങ്ങൾ വിതയ്ക്കണം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഏറ്റവും അവസാനം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റ് മിഷൻ മന്തിൽ ഒരു ഫുള്ളി ലൈവ് ആയിട്ടുള്ള ഒരു വെബ് ചാനൽ, ഓഫീസിലായിരിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴോ ആ ചാനലിലേക്ക് ലോഗിൻ ചെയ്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാനും പ്രാർത്ഥിക്കുവാനും എല്ലാം പഠിപ്പിക്കുന്ന ഒരു ചാനൽ 2013 ജനുവരി 1 മുതൽ സോഫ്റ്റ് ലൈവായിട്ട് ഓടുകയും 2013 ജൂൺ 1 മുതൽ ഫുൾ ലൈവായിട്ട് ഓടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം. അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ 5 കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ. 2, ദൈവം നിങ്ങൾക്ക് ആലോചന തരികയാണെങ്കിൽ you can support us financially and stand with us in this endeavor. Financially support ചെയ്ത് ഇതിൻ്റെ കൂടെ നിന്ന് you can sow your seeds and I am sure God will reward you because the Bible says that. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം കൃപയാൽ 2013 നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന 5 വിഷയങ്ങളുടെ മേൽ ദൈവം നമ്മളെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. Amen and amen. Hello and welcome to Moments of Hope from the Hope in Jesus Ministries. Hope in Jesus ശുശ്രൂഷയിൽ നിന്നുള്ള പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. I'm so happy to see once again all of you through this television program. ഈ TV പ്രോഗ്രാമിലൂടെ നിങ്ങൾ ഏവരെയും വീണ്ടും കണ്ടുമുട്ടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. We were doing a series on spiritual warfare. നാം ആത്മീക പോരാട്ടത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. This is the 3rd episode on the series. ആ സീരീസിലെ 3ാമത്തെ എപ്പിസോഡാണിത്. First episode we learned an introduction. ഒന്നാമത്തെ എപ്പിസോഡിൽ നാം അതിന്റെ ആമുഖമായി പഠിച്ചു. Second episode we learned how to be part of God's army. രണ്ടാമത്തെ എപ്പിസോഡിൽ ദൈവത്തിന്റെ സൈന്യത്തിലെ അംഗമായി തീരുന്നത് എങ്ങനെയെന്ന് നാം പഠിച്ചു. In this episode we are going to learn who are part of God's army.
ഈ എപ്പിസോഡിൽ ആരൊക്കെയാണ് ദൈവത്തിന്റെ സൈന്യത്തിലെ അംഗം എന്ന് പഠിക്കുവാൻ Before പോകുന്നു. we go on to the message, ഇന്നത്തെ സന്ദേശത്തിൽ കടക്കുന്നതിന് മുൻപായി can we listen to a wonderful testimony of a miracle which Jesus Christ has done in this person's life? യേശു ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തെ കാണാം. Over to miracles from Jesus. യേശുവിൽ നിന്നുള്ള അത്ഭുതം എന്ന സെഷനിലേക്ക് പോകാം. ഞങ്ങളുടെ ഹൗസ് ഓണർ ആന്റിയാണ്. അവര് ശനിയാഴ്ച കാലുവേദന ഉണ്ടായിരുന്നു, 14 വർഷം തൊട്ടുള്ളതാ. അറിയില്ല, ജോയിന്റ് പെയിൻ ആണെന്നാ പറഞ്ഞ. അപ്പൊ 14 വർഷം തൊട്ട് മെഡിസിൻസ് ഒക്കെ എടുത്തു, നാട്യ ഔഷധിയൊക്കെ എടുത്തു. ഞാൻ ശനിയാഴ്ച അങ്ങനെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ചേതൻ ബ്രദറും അനീഷ് കുമാർ ബ്രദറും വീട്ടിൽ വന്ന് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സൺഡേ എന്നോട് പറഞ്ഞു വിട്ടു അവര് മോളുടെ അടുത്ത് ഇങ്ങനെ കാലിന് വേദന കുറവുണ്ടെന്ന്. ഇപ്പൊ ഇവിടെ വന്ന് ആരാധനയ്ക്ക് നിന്നപ്പോൾ പൂർണ്ണമായും മാറി. 14 വർഷം പ്രോബ്ലം ആയിട്ടോ? ആയിട്ടോ. ഒറ്റ നിമിഷം ജീസസിന്റെ പ്രസന്നം ശരിയാക്കിയില്ലേ? Welcome back. വീണ്ടും സ്വാഗതം. We are going to learn on who are all part of God's army in this episode. ഈ എപ്പിസോഡിൽ ദൈവത്തിന്റെ സൈന്യത്തിലെ അംഗം ആരായിരിക്കുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുവാൻ. You know, many times we have a feeling that we are all alone in this battle. പലപ്പോഴും നാം ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ യുദ്ധത്തിൽ ഞാൻ ഏകനാണ് എന്ന്. Nobody to help me. എന്നെ സഹായിപ്പാൻ ആരുമില്ല. People call me for prayer and they say, brother, I am engaged in a warfare, but there is nobody to help me. Please pray. അനേകര് ഫോൺ ചെയ്യുമ്പോൾ ഇപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരു യുദ്ധത്തിലായിരിക്കുന്നു, എന്നെ സഹായിപ്പാനായിട്ട് ആരുമില്ല എന്നവർ പറഞ്ഞു. No, my dear brother and sister. ഇല്ല സഹോദര സഹോദരി. You are not alone in this warfare. ഈ യുദ്ധത്തിൽ നിങ്ങൾ തനികയല്ല. Because this warfare is between the kingdom of God and the kingdom of the devil. എന്തുകൊണ്ടെന്നാൽ ഈ യുദ്ധം ദൈവരാജ്യവും പിശാചിന്റെ രാജ്യവും തമ്മിലുള്ള യുദ്ധമാകുന്നു. And in this episode, ഈ എപ്പിസോഡിൽ we are going to learn the power of God's army. Who are all part of God's army? ദൈവത്തിന്റെ സൈന്യത്തിന്റെ ശക്തിയെക്കുറിച്ചും ആരൊക്കെയാണ് ദൈവത്തിന്റെ സൈന്യത്തെ അംഗങ്ങൾ എന്നും നാം പഠിക്കുവാൻ പോകുന്നു. Number 1. ഒന്നാമത്, The commander in chief of this army is the Lord of hosts. ഈ യുദ്ധത്തിന്റെ കമാൻഡർ സൈന്യങ്ങളുടെ യഹോവയായ ദൈവമാകുന്നു. Number 2. രണ്ടാമത്, We have the greatest warrior Jesus Christ with us. യേശു ക്രിസ്തു നമ്മോടൊപ്പം ഈ യുദ്ധത്തിലുണ്ട്. Number 3. മൂന്നാമത്, We have the most powerful person in the universe, the Holy Spirit God. മൂന്നാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട്. Number 4, we have all the angels of God assisting us. നാലാമത്, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം നമ്മെ സഹായിപ്പാനായിട്ട് ഉണ്ട്. Are you happy now, brother? സഹോദര, നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? We have God with us. നമ്മോടൊപ്പം ദൈവമുണ്ട്. We have the angels with us. ദൈവത്തിന്റെ ദൂതന്മാർ നമ്മോടൊപ്പമുണ്ട്. We will never be afraid. We will always be victorious. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ട, നാം നിശ്ചയമായി എപ്പോഴും ജയാളികളായിരിക്കും. Deuteronomy 6:4, the Bible says, ആവർത്തന പുസ്തകം 6:4 ഇങ്ങനെ the പറയുന്നു, Lord our God is one Lord. യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. Many people believe that God the Father, Jesus Christ the Son, and Holy Spirit God are 3 different gods. അനേകര് ഇങ്ങനെ വിശ്വസിക്കുന്നു, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം അത് 3 വ്യക്തികളാകുന്നുവെന്ന്. They are one, they are just one single God. അവർ ഏക ദൈവമാണ്, But 3 different personalities of that single God. എന്നാൽ ഏക ദൈവത്തിന്റെ 3 വ്യക്തിത്വങ്ങൾ. If you read Matthew chapter 3 verse 16 to 17, മത്തായി 3:16 നാം വായിച്ചാൽ the Bible talks about all these 3 personalities ഈ 3 വ്യക്തിത്വത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. or 3 characters. 3 വ്യക്തിത്വങ്ങളും. If you again read John 15:26, യോഹന്നാൻ 15:26 വായിച്ചാൽ the same thing is again quoted there. 3 personalities of God. വീണ്ടും ദൈവത്തിന്റെ ഈ 3 വ്യക്തിത്വങ്ങളെ അവിടെ കാണുവാൻ കഴിയും. 1 Peter 4:14. 1 പത്രോസ് 4:14 3 personalities of God. ദൈവത്തിന്റെ 3 വ്യക്തിത്വങ്ങളെ കാണുവാൻ കഴിയും. 2 Corinthians 13:14. 2 കൊരിന്ത്യർ 14:14, Ephesians 2:18. എഫേസ്യർ 2:18, Acts 2:33. അപ്പോസ്തലപ്രവൃത്തികൾ 2:33. The triune nature of God. അവിടെ തൃത്വത്തെ നമുക്ക് കാണുവാൻ God കഴിയും. is one. ദൈവം The ഏകൻ, only one true Lord. ഒരേ സത്യ ദൈവം, But 3 personalities. എന്നാൽ 3 വ്യക്തിത്വം. God the Father, പിതാവായ ദൈവം, God the Son, പുത്രനായ and ദൈവം, God the Holy Spirit. പരിശുദ്ധാത്മാവാം ദൈവം. This God is eternal. ഈ ദൈവം നിത്യനായ Psalms ദൈവമാണ്. chapter 90 verse 1 to 2. സങ്കീർത്തനം 90:1-2. The Bible calls God is eternal.
ദൈവം നിത്യനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. And the nature of God is also eternal. ദൈവത്തിന്റെ സ്വഭാവവും നിത്യമാണ്. Which means it doesn't change. അതിന്റെ അർത്ഥം അത് മാറ്റപ്പെടുന്നില്ല. Number one character or number one nature of God is a spirit according to John 4:24. യോഹന്നാൻ 4:24 അനുസരിച്ച് ദൈവം ആത്മാവാകുന്നു. If you read Ephesians 1 and Romans 9, the Bible says God is sovereign. എഫേസ്യർ 1-ാമത്തെ അധ്യായം റോമർ 9-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ദൈവം സർവശക്തൻ എന്ന് പറഞ്ഞിരിക്കുന്ന കാണുവാൻ കഴിയും. That is the second attribute of God. അതാണ് ദൈവത്തിന്റെ രണ്ടാമത്തെ സ്വഭാവം. Or the second eternal nature of God. അതാണ് ദൈവത്തിന്റെ നിത്യമായിട്ടുള്ള അവസ്ഥ. Number 3, God is omnipresent. വീണ്ടും ദൈവം സർവ്വവ്യാപിയാണ്. 2 Chronicles 16:9. 2 ദിനവൃത്താന്തം 16:9. Proverbs 15:3. സദൃശ്യവാക്യങ്ങൾ 15:3. Psalms 139:7 and 8. സങ്കീർത്തനം 139:7-8. All these verses say that God is omnipresent, which means he can be present at any time, at any place. ഈ ഭാഗങ്ങളിലെല്ലാം ദൈവം സർവ്വവ്യാപിയാണ്. ദൈവത്തിന് എവിടെയും എപ്പോഴും ആയിരിക്കാൻ കഴിയും. The fourth eternal nature of God is omniscient. 4-ാമത്തെ നിത്യമായിട്ടുള്ള ദൈവത്തിന്റെ സ്വഭാവം എന്നത് സർവവും അറിയുന്ന ദൈവം. Psalms 139 verse 4. സങ്കീർത്തനം 139:4. 1 John 3:20. 1 യോഹന്നാൻ 3:20. Hebrews 4:13. എബ്രായർ 4:13. The Bible says God knows everything. ദൈവത്തിന് സർവവും അറിയാം. Again, the fifth nature, God is omnipotent. ദൈവത്തിന്റെ 3-ാമത്തെ നിത്യമായിട്ടുള്ള സ്വഭാവം ദൈവം സർവശക്തനാണ്. God is powerful. ദൈവം ശക്തനാണ്. Genesis 17:1. ഉൽപ്പത്തി പുസ്തകം 17:1. Matthew 19:26. മത്തായി 19:26. Revelations 19:6. വെളിപാട് പുസ്തകം 19:6. Psalms 62:11. സങ്കീർത്തനം 62:11. God is an all-powerful God. ദൈവം സർവശക്തനായ ദൈവം. The sixth eternal nature of God. 6-ാമത്തെ ദൈവത്തിന്റെ നിത്യമായ സ്വഭാവം. He is an unchanging God. ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. Malachi 3:6. മലാക്കി 3:6. Hebrews 13:8. എബ്രായർ 13:8. He is an unchanging God. മാറ്റമില്ലാത്ത ദൈവമാണ്. Jesus Christ is the same yesterday, today and forever. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. 7. 7-ാമത് God is a holy God. ദൈവം വിശുദ്ധനായ ദൈവം. Leviticus 19:2. ലേവ്യ പുസ്തകം 19:2. God is a just God. ദൈവം നീതിമാനാകുന്നു. Deuteronomy 32:4. ആവർത്തന പുസ്തകം 32:4. God is a faithful God. ദൈവം വിശ്വസ്തനായ ദൈവം. 2 Timothy 2:13. 2 തിമോത്തി 3:13. God is a merciful God. ദൈവം കൃപാലുവായ ദൈവം. Exodus chapter 34 verse 6 and 7. പുറപ്പാട് പുസ്തകം 33:6-7. God is a gracious God. ദൈവം കൃപാലുവായ ദൈവമാകുന്നു. Exodus 22:27. പുറപ്പാട് പുസ്തകം 22:27. God is a loving God. ദൈവം സ്നേഹമുള്ള ദൈവം. 1 John 4:8. 1 യോഹന്നാൻ 1:8. God is a wise God. ദൈവം ജ്ഞാനിയാണ്. Proverbs 3:19. സദൃശ്യവാക്യങ്ങൾ 3:19. And God is infinite. ദൈവം ഇൻഫിനിറ്റ് ആണ്. Exodus 15:18. പുറപ്പാട് പുസ്തകം 15:18. See, the reason why I portrayed all these characters of God is to make you really feel the supernatural, powerful God who is accompanying you when you are involved in a spiritual battle. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ നിത്യമായ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നാം അകപ്പെടുന്ന എല്ലാ ആത്മീക യുദ്ധത്തിലും ഈ ദൈവം നമ്മോടൊപ്പമുണ്ട്. So which means when you have such a powerful God with you, my dear brother and sister, just imagine the power that you carry when you are involved in the spiritual battle. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കുക, ഈ സർവശക്തനായ ദൈവമാണ് നിങ്ങളോടൊപ്പം യുദ്ധത്തിന് കൂടെ വരുന്നത് എന്നുള്ളപ്പോൾ നിങ്ങളുടെ മേൽ പകരുന്ന ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുക. Hallelujah. Hallelujah. Now how do you experience this God in a battle? എങ്ങനെയാണ് ഈ ദൈവത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ യുദ്ധത്തില് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്? Or how do you experience this power? How does a believer experience this power? എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തില് ഈ ശക്തിയെ അനുഭവിക്കുവാനായി കഴിയുന്നത്? The book of Acts chapter 1 verse 8. അപ്പോസ്തലപ്രവൃത്തികൾ 1:8. When the Holy Spirit comes upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ you
You shall receive power. നിങ്ങൾ ശക്തി ലഭിക്കും. So a believer who is Holy Spirit baptized, when he is part of a spiritual warfare, cheer up my brother, you are power loaded. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടിരിക്കുമ്പോൾ എന്റെ പ്രിയ സഹോദര, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ ദൈവ ശക്തിയാൽ നിറയപ്പെട്ടവരാകുന്നു. The gifts of the Holy Spirit are very essential to win a spiritual battle. ഒരു ആത്മീക പോരാട്ടത്തിൽ ജയാളിയായി തീരുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ആവശ്യമാണ്. Romans chapter 12 verse 1 to 8. റോമർ 12 1 മുതൽ 8 വരെയുള്ള ഭാഗം. 1 Corinthians 12 verse 1 to 31. 1 കൊരിന്ത്യർ 12 1 മുതൽ 31 വരെയുള്ള ഭാഗം. Ephesians 4 1 to 16. എഫേസ്യർ 4 1 മുതൽ 16 വരെ. 1 Peter 4 7 to 11. 1 പത്രോസ് 4 7 മുതൽ 9 വരെ. It is very important that you are loaded with the spiritual gifts. നിങ്ങൾ കൃപാവരങ്ങൾ നിറഞ്ഞവരായിരിക്കണം. And also it is also important that your life produces the fruit of the Holy Spirit, because you are basically winning over the devil and the result comes out as a fruit of the Holy Spirit. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആത്മീക ഫലത്തെ നിങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ യുദ്ധത്തിൽ ജയിക്കുകയും നിങ്ങൾ ആത്മാവിന്റെ ഫലത്തെ പുറപ്പെടുവിക്കുന്നവരുമായി തീരണം. Because the Bible says in John chapter 15 verse 16, എന്തുകൊണ്ടെന്നാൽ യോഹന്നാൻ 15:16 ഇപ്രകാരം പറയുന്നു, you have not chosen me, but I have chosen you and ordained you that you will bring forth fruit and your fruit remains in you. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും ആ ഫലം നിലനിൽക്കേണ്ടതിനും. A person bringing out of the fruit of the Holy Spirit is already victorious in the battle against the spiritual forces. പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ പുറപ്പെടുവിക്കുന്നവർ അവർ ആത്മീക പോരാട്ടങ്ങൾ ജയാളികളായി തീരുന്നവരായിരിക്കും. Hallelujah. Hallelujah. So now we understood God the Father, Jesus Christ the Son, the Holy Spirit is there with you when you are engaged in the spiritual battle. ഇപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കി, പിതാവായ ദൈവം, പുത്രനായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ് ദൈവം നമ്മോടൊപ്പം ചേർന്ന ഈ ആത്മീക പോരാട്ടത്തിലുണ്ട്. In addition to that, അതിനോട് കൂടി ചേർന്ന് we also have God's angels ministering for us to win against the battle. ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി സേവാത്മാക്കൾ എന്നും കാണുവാനായി കഴിയും. The Bible says വേദപുസ്തകം പറയുന്നു in Psalms 34:7, സങ്കീർത്തനം 34:7, the angel of the Lord encampeth round about them that fear him and delivers them. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. So then who are these angels? ആരാണ് ഈ ദൂതന്മാർ? The Bible says in Hebrews 1:14, എബ്രായർ 1:14 വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, are they not all ministering spirits sent forth to minister for them who shall be heirs of salvation? അവർ ഒക്കെയും രക്ഷ പ്രാപിക്കുന്നവരുടെ ശുശ്രൂഷകന്മാരായി അയക്കപ്പെടുന്ന സേവാത്മാക്കളല്ലയോ? The angels were created by God. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ദൂതന്മാർ. Because the Bible says, എന്തുകൊണ്ടെന്നാൽ വേദപുസ്തകം Psalms പറയുന്നു, 148:2-5, സങ്കീർത്തനം 148:5, let the angels praise the name of the Lord, for he commanded and they were created. യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമം സ്തുതിക്കട്ടെ. Again the same thing is repeated in Colossians 1:16. ഇതേ കാര്യം കൊലോസ്യർ 1:16 കാണുവാൻ കഴിയും. All angels are created by God. എല്ലാ ദൂതന്മാരും ദൈവം സൃഷ്ടിച്ചതാണ്. Even Satan, who was an angel, was created by God. പിശാചും സാത്താനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടൊരു ദൂതനായിരുന്നു, അവൻ വീണുപോയതാണ്. All angels were righteous and holy when God created them. എല്ലാ ദൂതന്മാരും നീതിയുള്ളവരും അവർ ദൈവത്താൽ They സൃഷ്ടിക്കപ്പെട്ടവരുമാണ്. worshipped the only one true God. അവർ ഏക സത്യ ദൈവത്തെ But when ആരാധിക്കുന്നവരായിരുന്നു. Lucifer sinned, എന്നാൽ ലൂസിഫർ പാപം God ചെയ്തപ്പോൾ cast him out with his angels out of God's territory. ദൈവം അങ്ങനെ ലൂസിഫറിനെയും കൂടെയുള്ള ദൂതന്മാരെയും പുറത്താക്കുവാൻ ഇടയായി തീർന്നു. There are different classifications of angels. പലതരത്തിലെ ദൂതന്മാരുണ്ട്. Number one and most common, messengers. ഒന്നാമത് ദൂതറിയിക്കുന്ന ദൂതന്മാർ. If you read Daniel 7:10, ദാനിയേൽ 7:10 വായിച്ചാൽ, and many parts of the New Testament, when the angels spoke to Mary and Joseph, they were messengers of God. അതുപോലെ മറിയയെടുത്തും യോസഫിന്റെ അടുത്തുമെല്ലാം സന്ദേശം അറിയിക്കുവാൻ വന്നപ്പോൾ അത് ദൂത് വഹിക്കുന്ന ദൂതന്മാരെന്ന് കാണുവാൻ കഴിയും. If you read Genesis 3:24, ഉൽപ്പത്തി പുസ്തകം 3:24 the വായിച്ചാൽ, second type of angel is called the cherubim.
രണ്ടാമത്തെ തരത്തിലെ ദൂതന്മാര് അത് കെരൂബുകൾ എന്ന് കാണുവാൻ If you കഴിയും. read Revelations 4:6, വെളിപാട് 4:6 they are the ones who guards the throne of God. അവർ ദൈവത്തിന്റെ സിംഹാസനത്തെ ഗാർഡ് ചെയ്യുന്നവരെന്ന് കാണുവാൻ കഴിയും. Then the third type is Isaiah chapter 6 verse 2 and 6, seraphims. മൂന്നാമതായിട്ട് യെശയ്യാവ് 6:3-4 And recording from the Bible, the duty of these angels seems to be leading the worship in heaven where they are worshiping God. ഈ ദൂതന്മാരെല്ലാം ദൈവസന്നിധിയിൽ ആരാധിക്കുന്നവരായിരുന്നു എന്ന് കാണുവാൻ കഴിയും. And the Bible talks about an archangel. വീണ്ടും വേദപുസ്തകം പ്രധാന ദൈവദൂതനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Daniel chapter 10 verse 13. ദാനിയേൽ 10:13, Daniel 12:1. ദാനിയേൽ 12:1, Jude 9. യൂദ 9, Revelations 12:7. വെളിപാട് 12:7. Michael is the only angel who is called as the archangel. മിഖായേലിനെയാണ് പ്രധാന ദൈവദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. Then the other one whose name is mentioned is Gabriel. വീണ്ടും ഗബ്രിയേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. He is known as the mighty one. അത് ശക്തൻ എന്ന് പറഞ്ഞിരിക്കുന്നു. Daniel 8:16. ദാനിയേൽ 8:16, Luke 1:19. ലൂക്കോസ് 1:19, Luke 1:26. ലൂക്കോസ് 1:26. So understand, the angels have an hierarchy. The angels are powerful. There are angels designated for separate purposes. ദൈവദൂതന്മാർ ശക്തിയുള്ളവരാണ്. ദൈവദൂതന്മാർ പ്രത്യേകമായ ദൗത്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായിരിക്കുന്നു എന്നതിനെ കുറിച്ച് നാം കണ്ടു. And the ministry of the angels include, ദൈവദൂതന്മാരുടെ ശുശ്രൂഷ നാം നോക്കിയാൽ, number 1, worshiping God. ഒന്നാമത് ദൈവത്തെ ആരാധിക്കുക. Revelations 4:8. വെളിപാട് പുസ്തകം 4:8. Number 2, standing ready to do God's will. 2, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായി തയ്യാറെടുത്ത് നിൽക്കുന്നവർ. Psalms 103 verse 20. സങ്കീർത്തനം 103:20. Number 3, ministering to the godly who have died in Christ according to Jude 9. യൂദ 9 ക്രിസ്തുവിൽ മരിച്ചവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവർ. Number 4, Luke 15:10. 4, ലൂക്കോസ് 15:10. Rejoicing over those who accept the gospel. സുവിശേഷം സ്വീകരിക്കുന്നു കാണുമ്പോൾ സന്തോഷിക്കുന്നവർ. So these 4 things are happening in the realm of heaven, the duties of angels in heaven. സ്വർഗ്ഗത്തിൽ ദൂതന്മാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നതായി വേദപുസ്തകത്തിൽ Now പറഞ്ഞിരിക്കുന്നു. what do they do in this earth when a spiritual warfare is happening or when a believer is involved in a spiritual warfare? എന്നാൽ ഒരു വിശ്വാസി ആത്മീക പോരാട്ടത്തിലായിരിക്കുമ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്? Number 1, ഒന്നാമത് Matthew 4:11. മത്തായി 4:11. Ministering to the believer in a time of testing. മത്തായി 4:11 ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ സഹായിക്കുന്ന ദൂതന്മാർ. Luke chapter 22 verse 43, the Bible says the angels strengthen the believers. ലൂക്കോസ് 22:43 വിശ്വാസികളെ ദൂതന്മാർ ശക്തിപ്പെടുത്തും. Daniel 7:16. ദാനിയേൽ 7:16 The angels will interpret God's will for men. ദൈവത്തിന്റെ ഇഷ്ടത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. Acts 8:26. അപ്പോസ്തലപ്രവൃത്തികൾ The 8:26 angels will guide the believers. ദൂതന്മാർ വിശ്വാസികളെ നയിക്കും. Daniel 9:21 to 22. ദാനിയേൽ 9:21 മുതൽ 22 The വരെ angel of God will bring answers to the prayers of a believer. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾക്ക് ദൂതന്മാർ ഉത്തരത്തെ കൊണ്ടു കൊടുക്കും. Acts 27:23. അപ്പോസ്തലപ്രവൃത്തികൾ 27:23 Angels will encourage believers. ദൂതന്മാര് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കും. Acts 7:53. അപ്പോസ്തലപ്രവൃത്തികൾ 7:51 Angels will reveal hidden things to the believers. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശ്വാസികൾക്ക് ദൂതന്മാർ വെളിപ്പെടുത്തി കൊടുക്കും. Luke 22:43. ലൂക്കോസ് 22:43 Angels will sustain a believer. വിശ്വാസികളെ നിലനിർത്തുവാനായി ദൂതന്മാർ സഹായിക്കും. Revelation 7:1. വെളിപാട് പുസ്തകം 7:11 Angels will preserve a believer. ദൂതന്മാര് വിശ്വാസിയെ സംരക്ഷിക്കും. Psalms 91:11. സങ്കീർത്തനം 91:11 Angels will protect a believer. ദൂതന്മാര് വിശ്വാസികളെ സംരക്ഷിക്കും. Acts chapter 12 verse 20 to 23. അപ്പോസ്തലപ്രവൃത്തികൾ 11:22 മുതൽ 23 വരെ Angels will destroy the evil powers. ദൂതന്മാര് ദുഷ്ട ശക്തികളെ തകർത്തു കളയും. These are the activities that they right now do for a believer who is engaged in a spiritual warfare. ഒരു ആത്മീക പോരാട്ടത്തിൽ ആയിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൂതന്മാർ ഈ കാര്യങ്ങളെല്ലാമാണ് ചെയ്തു കൊടുക്കുന്നത്. So understand how
powerful you are, my dear brothers and sisters. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ എത്ര ശക്തിയുള്ളവരാണ് നിങ്ങൾ You തിരിച്ചറിയുക. are never alone when a spiritual battle is happening. ഒരു ആത്മീക പോരാട്ടത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങൾ തനികയാണെന്ന് വിചാരിക്കരുത്. God the Father is there with you. പിതാവായ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. God the Son Jesus is there with you. പുത്രനായ യേശു ക്രിസ്തു നിങ്ങളോടൊപ്പം ഉണ്ട്. God the Holy Spirit is there with you. പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങളോടൊപ്പം The ഉണ്ട്. angels are there with you. ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളോടൊപ്പം You ഉണ്ട്. will never lose the battle with the devil, because this is a winning team who has always won the battles. അതുകൊണ്ട് പിശാചിനോടൊപ്പമുള്ള ഈ പോരാട്ടങ്ങൾ നിങ്ങൾ ഒരിക്കലും തോറ്റുപോകുകയില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളോടൊപ്പം എപ്പോഴും ജയാളികളാണ്, ജയിച്ചവരാണ്. Amen. Amen. Hallelujah. Hallelujah. Never fear. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. Never be discouraged. ഒരിക്കലും നിരാശപ്പെടരുത്. Never doubt. ഒരിക്കലും സംശയിക്കരുത്. Go in full force when you are in the spiritual battle, and you will see the glory of God filling your life. അതുകൊണ്ട് ഈ ആത്മീക പോരാട്ടം നിങ്ങൾ ധൈര്യത്തോടെ മുൻപോട്ട് പോവുക. എന്തുകൊണ്ടെന്നാൽ ദൈവ മഹത്വത്താൽ നിങ്ങൾ നിറയപ്പെടും. Repentance is necessary to be part of God's army. ദൈവത്തിന്റെ സൈന്യത്തിന്റെ ഒരു അംഗമായിരിക്കണമെങ്കിൽ മാനസാന്തരം അത്യന്താപേക്ഷിതമാണ്. Baptism of the Holy Spirit is essential to be fully loaded with God's power. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടവരായിരിക്കണം. അപ്പോഴാണ് ദൈവശക്തിയാൽ നിറയപ്പെട്ടവരായി തീരുന്നത്. Have a desire to be spirit baptized. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുവാനായിട്ടുള്ള വലിയൊരു വാഞ്ച It നിങ്ങൾക്കുണ്ടായിരുന്നു. changed my life. അത് എന്റെ ജീവിതത്തെ മാറ്റുവാൻ Even ഇടയായി though തീർന്നു. being born up in a Christian family for 25 long years in a traditional church, I never experienced the power of the Holy Spirit. 25 വർഷമായിട്ട് ഞാൻ ഒരു ക്രൈസ്തവനായി ഒരു പാരമ്പര്യ സഭയിലായിരുന്നുവെങ്കിലും ഞാൻ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. But the moment God filled me with the Holy Spirit, എന്നാൽ ദൈവം എന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറച്ച I അതേ സമയം started seeing the power of God in my life. ഞാൻ ദൈവശക്തി എന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത് Always മനസ്സിലാക്കി. winning the battles over the devil and his schemes. എപ്പോഴും പിശാചിന്റെ തന്ത്രങ്ങളോടും ജയിക്കുന്നതായി തീരുവാനിടയായി. You will also have the same experience. നിങ്ങളുടെ ജീവിതത്തിലും അതേ അനുഭവത്തെ ദൈവം തരും. Shall we close our eyes and look to the Lord in prayer? കണ്ണുകളെ അടച്ച് ദൈവമുഖത്തേക്ക് നോക്കാം. Loving Lord, gracious Heavenly Father. സ്വർഗ്ഗസ്ഥനായ സ്വർഗീയ നല്ല പിതാവേ, Father, thank you for the wonderful promises from the Word of God. ദൈവവചനത്തിൽ തന്ന എല്ലാ മനോഹരമായ വാഗ്ദത്തങ്ങൾക്കായി നന്ദി. Thank you for accompanying us. കർത്താവേ, ഞങ്ങളോടൊപ്പം ഈ യുദ്ധങ്ങൾ Thank വരുന്നതിനായി you for നന്ദി coming പറയുന്നു. with us. ഞങ്ങളോടൊപ്പം വരുന്നതിനായി നന്ദി. Thank you for strengthening us. ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായിട്ട് നന്ദി. Thank you for using us mightily ഞങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് and നന്ദി making പറയുന്നു. us always a winner. എപ്പോഴും ഞങ്ങളെ ജയാളിയാക്കി Let തീർക്കുന്നതിനായിട്ട് all the നന്ദി. people who are viewing this ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും be filled with the Holy Spirit. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ Let them അഭിഷേകത്താൽ receive നിറയപ്പെടട്ടെ. the anointing. അവർ അഭിഷേകത്തെ ഇപ്പോൾ പ്രാപിക്കട്ടെ. Receive the anointing. ഇപ്പോൾ അഭിഷേകത്തെ പ്രാപിക്കാം. Receive the anointing. ഇപ്പോൾ അഭിഷേകത്തെ And let them പ്രാപിക്കാം. be victorious. ഇവർ ജയാളികളായി We give you all the glory and honor. എല്ലാ മാനവും മഹത്വവും In അവിടുത്തേക്ക് the name തരുന്നു. of Jesus we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ. Thank you for watching. ഈ പ്രോഗ്രാം കണ്ടതിനായിട്ട് നന്ദി. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Amen. ആമേൻ.